ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു റിവ്യൂയിലേക്ക് സ്വാഗതം. അങ്ങനെ കൃഷ്ണ വന്ന് പോയി കഴിയുമ്പോഴേക്കും രാധികയുടെ അമ്മ ഓടി കൃഷ്ണയുടെ കാറിൻ്റെ അടുത്തേക്ക് പോവാട്ടോ. എന്നിട്ട് കൃഷ്ണയുടെ കാറിൻ്റെ ഉള്ളിൽ രാധിക എങ്ങാനും ഇരിപ്പുണ്ടോ എന്ന് അറിയാൻ വേണ്ടി കാറിൻ്റെ ഉള്ളിലൊക്കെ ശരിക്കും നോക്കുന്നുണ്ട്. രാധികേനെ കാണുന്നില്ല. അപ്പോൾ രാധികയുടെ അമ്മ മനസ്സിൽ വിചാരിക്കുകയാണ്, ഷോ എൻ്റെ മോൾ എന്താ ഇതുവരെ വരാത്തത് എന്നൊക്കെ ആലോചിച്ചിട്ട് ഇങ്ങനെ ആകെ ടെൻഷൻ അടിച്ച് വിഷമിച്ച് ഇങ്ങനെ ഇരിക്കുന്ന കുറച്ചൊരു അങ്ങോട്ടും ഇങ്ങോട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. കാറിൻ്റെ സൈഡിലും അവിടെ ഇവിടെയൊക്കെ നോക്കുന്നുണ്ട്. രാധികനെ അവിടെ എവിടെയും കാണുന്നില്ല. ആ ഒരു വിഷമത്തിൽ പുള്ളിക്കാരത്തി അകത്തേക്ക് കയറി പോകുവാട്ടോ. അതിനുശേഷം കാണിക്കുന്നത് നിധേനെയാണ്. നിധ രാവിലെ തന്നെ സുന്ദരിയായിട്ട് ഒരുങ്ങിക്കൊണ്ടിരിക്കുക കേട്ടോ. നല്ല സാരിയെ കൊടുത്തിട്ട് മനസ്സിലിങ്ങനെ പറയണേ, ഈശ്വരി നിന്റെ മോളെ കാണാൻ പോവാ, നല്ല സുന്ദരിയായിട്ട് വേണം പോകാൻ അവളുടെ മുമ്പിൽ എന്നൊക്കെ പറഞ്ഞ മുടിയൊക്കെ ഇങ്ങനെ ചീവിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഈ അമൽ ഇതുവരെ റെഡി ആയില്ലേ? സമയം ഒത്തിരി ഇപ്പോൾ ആയിക്കൊണ്ടിരിക്കണം. റെഡി ആയിട്ടുണ്ടാവില്ലായിരിക്കും. ചായയും കുടിച്ച് അവിടെ ഇരിക്കുമായിരിക്കും. പോയി നോക്കാം എന്ന് പറഞ്ഞിട്ട് നിധ ഉമ്മറത്തേക്ക് വന്ന് നോക്കുമ്പോൾ അമൽ അവിടെ നിൽക്കുക കേട്ടോ. അമൽ ഇതുവരെ റെഡി ആയില്ലേ? നമുക്കിന്ന് മിന്നുമോളെ കൂട്ടിക്കൊണ്ടു വരണ്ടേ എന്ന് ചോദിക്കുകയാണ്. ആ സമയത്ത് അമൽ പറയുന്നുണ്ട്, നിധേ ഞാൻ റെഡിയായി, താൻ കണ്ടില്ലേ ഞാൻ റെഡി ആയിട്ടാണ് നിൽക്കണത്. എന്ത് ഈ ഷർട്ട് എടുത്തിട്ടോ എന്ന് പറയുമ്പോൾ, അതിനെന്താടോ ഈ ഷർട്ട് നല്ലതല്ലേ, നല്ല ഭംഗിയില്ലേ, ഈ ഷർട്ടിന് എന്താ കുഴപ്പം എന്ന് അമൽ ചോദിക്കുമ്പോൾ നിധ പറയുന്നുണ്ട്, അയ്യേ അമൽ ഇങ്ങോട്ട് വന്നേ, ഞാൻ അമലിന് ഇന്ന് ഷർട്ട് സെലക്ട് ചെയ്ത് തരാം എന്ന് പറയുവാണ്. അതിനുശേഷം അമലിനെയും കൂട്ടിക്കൊണ്ട് റൂമിൽ പോവാണ്. എന്നിട്ട് നിധ പറയുന്നുണ്ട്, അമലിന് ഇഷ്ടപ്പെട്ട ഷർട്ടല്ല, ഞാൻ ഇഷ്ടപ്പെട്ട ഷർട്ട് വേണം അമൽ ഉടുക്കാനായിട്ട്. അമലിനെ അറിയാലോ ഞാൻ എങ്ങനത്തെ ഭാര്യയാണെന്ന്. അപ്പം അമൽ പറയുന്നുണ്ട്, പിന്നെ എനിക്കറിയില്ലേ, സ്നേഹനിധിയായിട്ടുള്ള, ശാലീന സുന്ദരിയായിട്ടുള്ള, നല്ല സൗന്ദര്യമുള്ള, നല്ല മിടുക്കിയായിട്ടുള്ള, എന്നെ ഒരുപാട് സ്നേഹിക്കുന്ന എൻ്റെ സ്നേഹനിധി ഭാര്യ നിധ എന്ന് പറയുമ്പോൾ നിധ പറയുന്നുണ്ട്, അയ്യോ അത്രക്കൊരു പുകഴ്ത്തലൊന്നും വേണ്ട, സ്നേഹനിധിയായ ഭാര്യ നിധ അത്രയും മതി എന്ന് പറയുകയാണ്. ഓ ആയിക്കോട്ടെ, എന്നാൽ ഞാൻ ഇന്ന് ഷർട്ട് എടുത്തുതരാം. ഈ ഷർട്ട് വേണ്ട, കറുത്ത ഷർട്ടിൽ എങ്ങനെയാണ് മോളെ കാണാൻ വേണ്ടി പോണത് എന്നിട്ട് പറഞ്ഞിട്ട് അലമാര തോന്നിട്ട് ഷർട്ട് ഇങ്ങനെ നോക്കുവാണ്. അപ്പം അതിലൊരു പർപ്പിൾ കളർ ഷർട്ട് ഉണ്ട്, പർപ്പിൾ അല്ല ഒരു മെറൂൺ കളർ ഷർട്ട് ഉണ്ട്. ആ ഷർട്ട് എടുക്കുകയാണ് നിധ. അതിനുശേഷം ഈ ഷർട്ട് കൊള്ളാം, ഈ ഷർട്ട് ഇന്ന് അമൽ ഇട്ടാൽ മതി എന്ന് പറയുവാണ്. ശരി ഇതിടാന്ന് പറയുമ്പോൾ നിധ ചോദിക്കണ്ട്, ഈ ഷർട്ടിൻ്റെ എന്തെങ്കിലും പ്രത്യേകത അമലിന് അറിയാവോ എന്ന് ചോദിക്കുമ്പോൾ അമലിങ്ങനെ ആലോചിക്കുകയാണ്, ഈ ഷർട്ടിന് എന്ത് പ്രത്യേകത? അപ്പം അമലിന് ഓർമ്മയില്ലല്ലേ, അമൽ എന്നെ ആദ്യമായിട്ട് പെണ്ണ് കാണാൻ വന്ന സമയത്ത് അമൽ ഇട്ടിരുന്ന ഷർട്ടിൻ്റെ കളറ് ഈ കളറായിരുന്നു. എനിക്ക് ഈ കളർ വളരെ പ്രിയപ്പെട്ട കളറാണ്. എൻ്റെ സിന്ദൂര രേഖയിൽ സിന്ദൂരം ചാർത്തിയ അമൽ, എൻ്റെ നെറ്റിയിൽ മാത്രമല്ല സിന്ദൂരം ചാർത്തിയത്, എൻ്റെ ഹൃദയത്തിലും അമൽ അന്ന് മുതൽ പ്രതിഷ്ഠ തുടങ്ങിയതാണ്. എനിക്ക് അത്രയ്ക്ക് ഇഷ്ടമാണ് എൻ്റെ അമലിനെ. അതുകൊണ്ട് ഈ കളർ എനിക്ക് വളരെ പ്രിയപ്പെട്ടതാണ്. അമൽ ഈ കളർ ഷർട്ട് എടുത്താൽ മതി കേട്ടോ എന്ന് പറയുമ്പോൾ അമലിനെ വല്ലാത്ത സന്തോഷവും സങ്കടമൊക്കെ വരുന്നുണ്ട്. അമൽ പെട്ടെന്ന് റെഡിയാവും, സമയം പോകുന്നു, അമ്പലത്തിൽ പോയിട്ട് വേണം പോകാൻ എന്ന് പറയുവാണ്. അങ്ങനെ നീന്ത അവിടെ നിന്ന് പോകുമ്പോൾ അമൽ മനസ്സ് വിചാരിക്കുകയാണ്, ഈശ്വര ഇവളോട് ഞാൻ പറഞ്ഞ കള്ളം എനിക്ക് തന്നെ കുരുക്കാവോ, ഇവളുടെ സ്നേഹം കാണുമ്പോൾ ഞാൻ അതിൽ വീണ് പോകുവാണ്. സത്യം പറയണമെന്നുണ്ട്, പക്ഷെ പറഞ്ഞു കഴിഞ്ഞാൽ അവളുടെ അവസ്ഥ എന്താകും എനിക്കറിയില്ല. ദൈവമേ, ദൈവം തന്നെ എൻ്റെ കൂടെ ഉണ്ടാവണേ എന്നൊക്കെ പറഞ്ഞിട്ട് അമൽ ആകെ വിഷമിച്ചിരിക്കുക കേട്ടോ. അതിനുശേഷം കാണിക്കണത് രാധികയുടെ അമ്മേനെയാണ്. രാധികയുടെ അമ്മ ഓരോന്നൊക്കെ ആലോചിച്ചിങ്ങനെ നിൽക്കുക കേട്ടോ. അതായത് മണിക്കുട്ടിയും മുത്തും തമ്മിൽ കെട്ടിപ്പിടിക്കണതും, കാവ്യയുടെ അടുത്ത് കൃഷ്ണയുടെ ആരാണ് ചോദിച്ചപ്പോൾ കാവ്യ പറഞ്ഞിരുന്നില്ലേ, ഞാൻ കൃഷ്ണയുടെ ഭാര്യയാണെന്ന് ഇന്നലെ പറഞ്ഞില്ലേ. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ ആലോചിച്ച് രാധികയുടെ അമ്മ ഇങ്ങനെ നിൽക്കുവാണ്. ഈശ്വര, കൃഷ്ണയുടെ ഭാര്യയാണ് കാവ്യ എന്ന് പറഞ്ഞു, മണിക്കുട്ടി പറഞ്ഞു മുത്ത് അവളുടെ അനിയത്തിയാണെന്ന്. ഇതിലെന്തൊക്കെയാ സത്യം? അപ്പം എൻ്റെ മോള് രാധികയോ? അവൾ എവിടെ പോയി? അവൾ എവിടെയാ? എല്ലാം അവനോട് തന്നെ ചോദിച്ചറിയണം. അവനടുത്ത് വായിൽ മാത്രമേ സത്യങ്ങൾ അറിയാൻ സാധിക്കുകയുള്ളൂ എന്ന് രാധികയുടെ അമ്മ മനസ്സിൽ വിചാരിക്കുകയാണ്. അങ്ങനെ വിചാരിച്ചുകൊണ്ടിരിക്കുക തന്നെ മണിക്കുട്ടി വരിക കേട്ടോ. അമ്മുമ്മേ എന്ന് വിളിച്ച് വരുവാണ്. മണിക്കുട്ടി, അമ്മുമ്മയുടെ മണിക്കുട്ടി ഇങ്ങോട്ട് അടുത്ത് വാ എന്ന് പറഞ്ഞ് വിളിക്കുവാണ്. അമ്മുമ്മ എന്ത് ചെയ്യുമായിരുന്നു? ഒന്നുമില്ല മോളെ, ഞാൻ വെറുതെ ഇരിക്കുമായിരുന്നു എന്ന് പറയുവാണ്. അല്ല മോളെ, മോളുടെ അടുത്തേക്ക് ഇപ്പോൾ ഒരാൾ വന്നില്ലേ, അതൊക്കെ ആരാ എന്ന് ചോദിക്കുമ്പോൾ, അതെൻ്റെ അച്ഛനാ, പിന്നെ കൂടെ വന്നില്ലേ അതാണ് എൻ്റെ മുത്ത് എന്ന് പറയുവാണ്. അപ്പോൾ റൂമിലുള്ളതോ? അതെൻ്റെ അമ്മയും അച്ഛനും മുത്തും, കിടക്കണത് മുത്തശ്ശി എന്നിങ്ങനെ പറയുവാണ്. ശരി ഒരു സെക്കൻഡേ എന്ന് പറഞ്ഞിട്ട് രാധികയുടെ അമ്മ ആ ബാഗ് എടുക്കുവാണ്. ബാഗ് തുറന്നിട്ട് അതിൽ നിന്ന് രാധികയുടെ പഴയൊരു ഫോട്ടോ എടുക്കുക കേട്ടോ. മോളെ, അവിടെ ഉള്ളത് കാവ്യ രാധികയുടെ അമ്മയാണ്, മോളുടെ അമ്മയാണെന്ന് മോള് പറഞ്ഞു. അപ്പോൾ ഈ ഫോട്ടോയെ കാണുന്നത് ആരാ എന്ന് ചോദിച്ചിട്ട് നമ്മുടെ മണിക്കുട്ടിയുടെ കയ്യിലേക്ക് രാധികയുടെ ഫോട്ടോ കൊടുക്കുവാണ്. ആ ഫോട്ടോ കാണുന്നത് മണിക്കുട്ടി ആകെ ഒന്ന് നെട്ടുവാട്ടോ. കുറച്ചേരം ആ ഫോട്ടോ തന്നെ നോക്കിക്കൊണ്ടിരിക്കുക. അയ്യോ അമ്മ, ഇതെൻ്റെ അമ്മയാ എന്ന് പറയുമ്പോൾ രാധികയുടെ അമ്മയുടെ കണ്ണൊക്കെ നിറയുവാട്ടോ. മോളുടെ അമ്മയാണിത്? ഇതെൻ്റെ അമ്മയാ. എൻ്റെ അമ്മയുടെ ഈ ഫോട്ടോ എങ്ങനെ അമ്മൂമ്മയുടെ കയ്യിൽ വന്നു? മോളെ അത് എന്നിങ്ങനെ പറയാൻ പോകുമ്പോഴേക്കും നേഴ്സ് മരുന്നായിട്ട് വരുവാട്ടോ. അമ്മയുടെ മണിക്കുട്ടിയായിട്ട് സംസാരിച്ചിരിക്കുവാണ്. അമ്മേ ഇതേ മരുന്ന് കഴിക്കാൻ സമയമായി, മരുന്ന് കഴിക്കുക എന്ന് പറഞ്ഞിട്ട് മരുന്ന് കൊടുക്കുവാണ്. ആ സമയത്ത് മണിക്കുട്ടി അവിടെ നിന്ന് പോകുവാട്ടോ.
പിന്നീട് കാണിക്കുന്നത് ജയമോഹിനിനെയാണ്. ജയമോഹിനി ഇങ്ങനെ കിടക്കുന്ന സമയത്ത് കൃഷ്ണയും അതുപോലെ തന്നെ കാവ്യം മുത്തും ഉണ്ട് കേട്ടോ. അങ്ങനെ കൃഷ്ണ ചോദിക്കുന്നുണ്ട്, അമ്മേ അമ്മക്കിപ്പോൾ എങ്ങനെയുണ്ട്, മരുന്നൊക്കെ കഴിക്കുന്നുണ്ടോ കൃത്യമായിട്ട് എന്ന് ചോദിക്കുമ്പോൾ ജയമോഹിനി പറയുന്നുണ്ട്, ഓ ഇവിടുത്തെ മരുന്ന് കഴിക്കലൊക്കെ പിന്നെയും കുഴപ്പമില്ല, പക്ഷേ ഇവിടുത്തെ ഒരു നേഴ്സ് വന്നിട്ട് എൻ്റെ നടു ഒന്ന് തിരുമോ, ഓ അതിലെനിക്ക് ജീവൻ പോകുന്ന പോലത്തെ വേദനയാ. മരുന്നാണെങ്കിലോ കഷായമാണ് തരുന്നത്, ആ കഷായം കുടിച്ചാൽ തന്നെ ഒരു ഓക്കാനം പോലത്തെ രുചിയാ. പിന്നെ ഒരു കഷായം ഉണ്ട്, അതിനെ മാത്രം കുറച്ച് ടേസ്റ്റ് ഉണ്ട്, അത് കുരുമുളകും അതുപോലെ തന്നെ ചക്കരയൊക്കെ ഇട്ടതാ എന്നിങ്ങനെ പറയാണ്. ഫുഡൊക്കെ അമ്മക്ക് ഇഷ്ടപ്പെടുന്നുണ്ടോ എന്ന് കൃഷ്ണ ചോദിക്കുമ്പോൾ കാവ്യ പറയുന്നുണ്ട്, ഓ ഫുഡൊന്നും അമ്മക്ക് ഇഷ്ടപ്പെടാൻ തരവില്ല കൃഷ്ണ, കാരണം എന്താണെന്നറിയാവോ, ഇവിടെ നല്ല കുത്തരിച്ചോറും നല്ല സാമ്പാറും തൈരും തോരനും അച്ചാറും പപ്പടും ഒക്കെ കൂട്ടിയൊരു ചോറാ. അതൊന്നും വെജിറ്റേറിയൻ, അതൊന്നും അമ്മക്ക് പിന്നെ ഇഷ്ടപ്പെടില്ലല്ലോ, അതുകൊണ്ട് അമ്മക്ക് ഇഷ്ടപ്പെടാൻ ചാൻസ് ഇല്ല, പക്ഷെ നല്ല ഫുഡാ കൃഷ്ണ എന്ന് പറയുകയാണ്. ശരിക്കും പറഞ്ഞാൽ ഈ ഡോക്ടർ നല്ല ഡോക്ടറാട്ടോ, ഈ ഡോക്ടർക്ക് കുറെ ജീവകാരുണ്യ പ്രവർത്തനങ്ങളൊക്കെ ഉണ്ട്. ആഹാ അതുണ്ടോ എന്ന് കൃഷ്ണ ചോദിക്കുമ്പോൾ അതേന്നേ നല്ല ഡോക്ടറെ, എന്തായാലും ഇവിടെ വന്നത് നന്നായി എന്ന് പറയുമ്പോൾ ജയമോഹിനി പറയണ്ടോ, ഓ ഇവിടെ വന്നത് എനിക്ക് ഇതായി പോയി എന്ന് പറയുമ്പോൾ മുത്ത് ചോദിക്കുന്നുണ്ട്, മുത്തശ്ശിക്ക് ഇപ്പം തോന്നുന്നുണ്ടല്ലേ എണ്ണ ഒഴിക്കേണ്ടിയിരുന്നില്ല എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ചിരിക്കുക കേട്ടോ. നിർത്തടി, നീ ചിരിച്ചിട്ടുണ്ടല്ലോ, ഞാൻ വെറുതെ കിടക്കണേന്ന് ചെയ്യും, നിന്നെ അടിക്കും ഞാൻ എന്ന് പറഞ്ഞിട്ട് ജയമോഹിനി അടിക്കാൻ വേണ്ടി വരുമ്പോഴേക്കും വേദന കാരണം വീണ്ടും കിടക്കുവാണ്. എന്തിനാ മുത്തശ്ശി ആവശ്യമില്ലാതെ എണ്ണയൊക്കെ ഒഴിക്കാൻ പോയത് എന്ന് പറയുമ്പോൾ ജയമോഹിനിക്ക് ദേഷ്യം വരും. ആ സമയത്ത് കാവ്യ മുത്തിന്റെ മുഖത്ത് നോക്കി മോളെ വേണ്ട എന്ന് പറയാണ്. കൃഷ്ണക്കും ചിരി വരും കേട്ടോ. ആ സമയത്താണ് മുത്ത് ചോദിക്കണത്, അയ്യോ അച്ഛ ഈ മണിക്കുട്ടി ഇത് എവിടെ പോയി, വന്നിട്ട് അവള് എവിടെ പോയതാണെന്ന് ചോദിക്കുമ്പോൾ ഞാൻ പോയി നോക്കിയിട്ട് വരാമെന്ന് മുത്ത് പറയുമ്പോൾ വേണ്ട, മോൾക്ക് ഇവിടുത്തെ സ്ഥലമൊന്നും അറിയില്ലല്ലോ, അച്ഛൻ പോയി നോക്കിയിട്ട് വരാം, മോൾ ഇവിടെ നിൽക്കുക എന്ന് പറയുവാണ്. അതിനുശേഷം കാണിക്കുന്നത് നമ്മുടെ നിതേനെയും അതുപോലെ തന്നെ അമലിനെയാണ്. അവർ രണ്ടുപേരും കൂടി അമ്പലത്തിൽ വന്നിരിക്കുകയാണ്. അമ്പലത്തിൽ വന്ന് പ്രാർത്ഥിക്കുക കേട്ടോ. അങ്ങനെ ഈശ്വര നിത പ്രാർത്ഥിക്കുകയാണ്, കരഞ്ഞോണ്ട് പ്രാർത്ഥിക്കുകയാണ്, ഇന്ന് എൻ്റെ മോളെ മാസങ്ങൾക്ക് ശേഷം ഞാൻ കാണുവാണ്, ഇന്ന് തന്നെ ഞാൻ എൻ്റെ മോളെ കൂട്ടിക്കൊണ്ടുവരും, എൻ്റെ മോളെ ഒരുപാട് എനിക്ക് സ്നേഹിക്കണം, എൻ്റെ മോളെ ഞാൻ എവിടെയും വിടില്ല, എൻ്റെ കൂടെ തന്നെ നിർത്തും, ഭഗവാനെ എൻ്റെ മോളെ നീ വീണ്ടും എൻ്റെ മുമ്പിൽ എത്തിച്ചു, നന്ദി ഭഗവാൻ എന്നൊക്കെ പറഞ്ഞ് നന്ദി പറയുക. അമ്മനാണെങ്കിൽ ആകെ പേടിച്ച് പ്രാർത്ഥിക്കാട്ടോ, ഈശ്വരൻ ഞാൻ എന്ത് ചെയ്യും, എൻ്റെ നിതയെ പഴയ പോലെ ആക്കിയെടുക്കാൻ ഞാൻ എന്താ ഈശ്വര ചെയ്യേണ്ടത് എന്നൊക്കെ പ്രാർത്ഥിക്കുന്ന സമയത്ത് തിരുമേനി വന്ന് രണ്ടുപേർക്കും തീർത്ഥം കൊടുക്കുകയാണ്. ആ സമയത്ത് തീർത്ഥം കൊടുക്കുന്ന സമയത്ത് തിരുമേനി നിതയുടെ മുഖത്തേക്ക് നോക്കുമ്പോൾ നിത കരഞ്ഞോണ്ടിരിക്കുക കേട്ടോ. മോളെന്തിനാ കരയണത്, മോൾക്ക് നല്ല വിഷമമുണ്ടല്ലോ, എന്ത് പറ്റി മോളെ എന്ന് ചോദിക്കുമ്പോൾ അമലി പറയുന്നുണ്ട്, തിരുമേനി അത് ഞങ്ങളുടെ മോളെ 2 മാസം മുമ്പ് കാണാതായതാണ്. ഈശ്വര എന്നിട്ട് എന്ന് തിരുമേനി ചോദിക്കുമ്പോൾ നമ്മുടെ നിത പറയുന്നുണ്ട്, അതേ തിരുമേനി 2 മാസം മുമ്പ് എൻ്റെ മോളെ കാണാതായി, പക്ഷേ എൻ്റെ മോളെ ഇപ്പം തിരിച്ചു കിട്ടാൻ പോവാ, ഇന്ന് ഞങ്ങൾ അവളെ കൂട്ടിക്കൊണ്ടുവരാൻ പോവാ. ആണോ, നല്ല കാര്യം, എവിടെയാ മോളുള്ളത്, അവളൊരു സ്ഥലത്ത് ഉണ്ട് തിരുമേനി, ഞങ്ങൾ അവിടെ പോയിട്ട് അവളെ കൂട്ടിക്കൊണ്ടുവരാൻ പോവാ എന്ന് അമല പറയുമ്പോൾ നല്ല കാര്യം, ഇവിടുത്തെ ദേവി വിളിച്ച വിളി കേൾക്കണ ദേവിയാണ്, നന്നായിട്ട് നിങ്ങൾ മനസ്സൊരുക്കി പ്രാർത്ഥിച്ചോളൂ, നിങ്ങളുടെ സങ്കടങ്ങളൊക്കെ മാറും, മോള് നിങ്ങളുടെ കൂടെ തന്നെ ചേരട്ടെ എന്നൊക്കെ പറഞ്ഞ് തിരുമേനി അനുഗ്രഹം കൊടുത്ത് പോവുകയാണ്. അങ്ങനെ നിതയും അമലും കൂടി പ്രാർത്ഥന കഴിഞ്ഞ് അവിടെ നിന്ന് ഇറങ്ങുവാട്ടോ. അതിനുശേഷം കൃഷ്ണ ഇങ്ങനെ മണിക്കുട്ടിനെ നോക്കി നടക്കുന്ന സമയത്ത് നേഴ്സ് വരുന്നുണ്ട്. ആ സർ എന്ന് പറയുമ്പോൾ അതെ എൻ്റെ മോള് മണിക്കുട്ടിനെ കണ്ടു, പിന്നെ മണിക്കുട്ടിനെ കാണാതെ മണിക്കുട്ടി അവിടെ ഉണ്ടായിരുന്നു, ഞങ്ങൾ സംസാരിച്ചിരിക്കുകയായിരുന്നു, പിന്നെ സാറിൻ്റെ ഒരു കാര്യം പറയട്ടെ, സാറിൻ്റെ മോളായിട്ട് പറയണല്ല, പൊക്കി പറയണമെന്നല്ല കേട്ടോ, അവിടെ ശരിക്കും ഒരു മിടുക്കി കുട്ടിയാ, എന്തൊരു പോസിറ്റീവ് വൈബാണെന്ന് അറിയാം അവൾക്ക് എന്ന് പറയുമ്പോൾ കൃഷ്ണ ചിരിക്കുവാണ്. ആട്ടെ എന്നിട്ട് ആളെവിടെ, ഇവിടെ എവിടെ ഉണ്ടായിരുന്നു, ആ തേ വരുന്നു എന്ന് പറയുമ്പോൾ മണിക്കുട്ടി നമ്മുടെ കൃഷ്ണയുടെ അടുത്തേക്ക് പോവാം. ആ സമയത്ത് നേഴ്സ് ശരി സാർ എന്ന് പറഞ്ഞിട്ട് അകത്തേക്ക് പോവാം. ആ സമയത്ത് മണിക്കുട്ടി ചോദിക്കുന്നുണ്ട്, ആഹാ മോളിത് എവിടെയായിരുന്നു ചോദിക്കുമ്പോൾ സാർ അതൊരു സംഭവമുണ്ട്. എന്താ മോളെ, അത് ആ റൂമിലില്ലേ ഒരു മുത്തശ്ശി ഒരു അമ്മുമ്മയുണ്ട്, അതിന് ആ അമ്മുമ്മ എടുത്ത് ഞാൻ സംസാരിക്കാറുണ്ട്. ആണോ, എന്നിട്ട് ആ അമ്മുമ്മയുടെ കയ്യിൽ ഇന്ന് എൻ്റെ അമ്മയുടെ ഫോട്ടോ കണ്ടു ഞാൻ. ആരുടെ, രാധികയുടെ ഫോട്ടോയോ? അതേ അച്ഛാ, അമ്മയുടെ ഫോട്ടോ തന്നെ. ഏത് അമ്മമ്മയുടെ അടുത്ത്, ആ റൂമിലുള്ള അമ്മമ്മ എടുത്ത് ഞാൻ കാണിച്ചു തരാം എന്ന് പറഞ്ഞിട്ട് കൃഷ്ണനെ കൂട്ടിക്കൊണ്ട് മണിക്കുട്ടി ആ റൂമിൻ്റെ ഫ്രണ്ടിലേക്ക് പോവാണ്. ആ സമയത്ത് നേഴ്സ് വന്നിട്ട് നമ്മുടെ രാധികയുടെ അമ്മക്ക് കഞ്ഞി വാരി കൊടുക്കുമായിരിക്കും കേട്ടോ. അത് അവരങ്ങോട്ട് തിരിഞ്ഞാണ് ഇരിക്കുന്നത്. അപ്പോൾ കൃഷ്ണയും മണിക്കുട്ടി ഇവിടെ അവരങ്ങോട്ട് തിരിഞ്ഞ് ഇങ്ങനെ നിൽക്കുവാണ്. അപ്പോൾ നമ്മുടെ കഞ്ഞി വാരി കൊടുക്കുന്ന സമയത്ത് മണിക്കുട്ടി കൃഷ്ണനെ കൂട്ടിക്കൊണ്ട് ഇങ്ങോട്ട് വരുന്നുണ്ട്. എന്നിട്ട് ദേ ആ അമ്മുമ്മയാ എന്ന് പറഞ്ഞ് കാണിച്ചെടുക്കുമ്പോൾ കൃഷ്ണ അവർ നോക്കുമ്പോഴാണ് കൃഷ്ണ ആകെ ഞെട്ടുന്നത്. കൃഷ്ണ മനസ്സിലാക്കുവാണ്, ഈശ്വര ഇത് രാധികയുടെ അമ്മയാണല്ലോ എന്ന് മനസ്സിലിങ്ങനെ വിചാരിക്കുകയാണ്. കുറച്ചുനേരം കൃഷ്ണ അവരെ തന്നെ നോക്കിക്കൊണ്ടിരിക്കുക. ആ സമയത്ത് മണിക്കുട്ടി ചോദിക്കേണ്ട, എന്താ അച്ഛന് ആ അമ്മുമ്മനെ പരിചയമുണ്ടോ, ആ അമ്മയുടെ കയ്യിൽ എങ്ങനെയാ എൻ്റെ അമ്മയുടെ ഫോട്ടോ വന്നത്, മോളെ അതെനിക്ക് അറിയില്ല എന്ന് കൃഷ്ണ പറയുമ്പോൾ
നമ്മുടെ മണിക്കുട്ടി കൃഷ്ണയുടെ മുഖത്തേക്ക് നോക്കുക. അതിനുശേഷം ആ അമ്മൂമ്മയുടെ മുഖത്തേക്ക് നോക്കുന്നുണ്ട്. അതിനുശേഷം കൃഷ്ണ ആകെ വിളറി വെളുത്തിരിക്കണ കാണുമ്പോൾ മണിക്കുട്ടി ചോദിക്കുന്നുണ്ട്, എന്താ അച്ഛൻ ആകെ പേടിച്ചിരിക്കണ പോലെ. മണിക്കുട്ടി, നീ ഈ അമ്മൂമ്മനെ കണ്ട കാര്യവും അമ്മൂമ്മയുടെ കയ്യിൽ ഫോട്ടോ ഉള്ള കാര്യവും അത് നിന്റെ അമ്മയുടെ ഫോട്ടോയാണെന്നുള്ള കാര്യം വേറെ ആർക്കും പറയരുത്, സത്യം ചെയ്യോ? ശരി അച്ഛാ, ഞാൻ വേറെ ആർക്കും പറയില്ല. പക്ഷേ എനിക്കറിയണം അച്ഛൻ എന്തിനാ അമ്മൂമ്മനെ കണ്ട് ആകെ പേടിച്ചത്, അച്ഛൻ എന്തോ ഒളിക്കണ പോലെ തോന്നണം, അച്ഛൻ എന്താ വല്ലാത്ത ടെൻഷൻ എന്ന് കൃഷ്ണയോട് ചോദിക്കുന്ന സമയത്താണ് ഇത് എപ്പിസോഡ് തീരുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ടേക്ക് കെയർ, ബൈ ബൈ.